ട്രംപ് അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു പ്രസ്താവനയായിരുന്നു, ഹമാസ് ബന്ദികളെ മുഴുവൻ വിട്ടയച്ചിട്ടില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ മൊത്തം നരകം പോലെ ആക്കി കളയുമെന്ന്. എന്നാൽ ആ പ്രസ്താവനക്ക് തൊട്ട് പിന്നാലെ അമേരിക്കയിലെ ലോസ് ആഞ്ചൽസ് നരകം പോലെ ആളി കത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് ബില്യൺ കണക്കിന് എണ്ണമറ്റ നഷ്ടമാണ് ഇന്ന് അമേരിക്കക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, നീചമായ കുതന്ത്രങ്ങൾ ചെയ്യുന്ന ആളുകള് അവർ പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് ശിക്ഷകൾ വന്നനുഭവിക്കുമെന്നുള്ളത് അവർ വിചാരിക്കുന്നില്ലയോ? അല്ലെങ്കിലും പാലസ്തീനിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊല്ലാന് 8 ബില്യൺ ആയുധ സഹായമാണ് ഇസ്രായേലിന് കൊടുത്തതെങ്കിൽ ഇന്ന് 800 ബില്യനാണ് അവർക്ക് കാട്ടുതീയിലൂടെ അമേരിക്കക്ക് നഷ്ടം വന്നത്. ഇതാണ് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ടെന്ന് പറഞ്ഞ ഖുർആൻ.